സുഷമേ, എന്താ മുറ്റടിച്ചു വരിക? അല്ല ചക്ക വിട്ട് എന്താണ്ടോ ജാ അവിടെ ഇടുന്ന്. ഇജ്ജ് ഇങ്ങോട്ട് വാ. ഞമ്മക്കേ ഈ പത്തായപ്പേരന്റെ ഉള്ളില് കുറച്ച് മാറാലടിക്കാണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോരെ. അതവിടെ ഇടുന്ന്. ജാ അവിടെ ഇട്ടാളെ. മാറാലടിക്കല്ലേ? മാറാലടിക്ക. ഇതിന്റെ ഉള്ളിലോ? ഇതിന്റെ ഉള്ളിലേക്കാണ്ട് കേറുക, എന്നിട്ട് മാറാലണ്ട് അടിക്കുക. ആ നടക്ക്. അന്നപ്പ കണ്ടാലേ പഴയൊരു സിനിമ നടില്ലേ, ആര്? ഓള് പിന്നെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയ കുശുബു കുശുബു, ഒരു തമിഴത്തി. അതിന്റെ അതേപോലെ ആ വട്ടപ്പൊട്ടും അന്റെ ആ ചേലും മൂക്കുത്തി ഒക്കെ ഉണ്ടാനക്ക് കേറിക്കൂടി ജാണ്ട്. പണ്ട് കാലത്തെ അതാ അത് കേറാനൊന്നും വെച്ചാതേക്കണട്ടാ. പിന്നെ ആ എന്ത് അല്ലത് മൊത്തത്തിൽ അങ്ങണ്ടേ. ആ അപ്പൊ എന്താ, ഞങ്ങളെ പണ്ട് കുട്ടിക്കാലത്ത് അനവധി തവണ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചു കളിക്കലും തൊട്ട് കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാ എന്നാ ഇതാ ആ കണ്ട് കുറച്ച് അവിടെ. ഇതിന്റെ ഉള്ളിൽ നിറച്ച് പൂച്ചയുടെ മൂത്രാണ്. ഞാൻ അതിന്റെ ഉള്ളിൽ മൂത്രം ഒഴിക്കലില്ലല്ലോ. അല്ല ഇത് പൂച്ചയുടെ, ആ പൂച്ചടെ, കോഴിയുടെ അല്ല. ഞാൻ കാക്കടേന്നാ കേട്ടത്. പൂച്ചടെ അല്ലേ? അതില്ല. ആ അതെ, പൂച്ച അതിന്റെ ഇടയിൽ വന്നിട്ട് പെറ്റെടുക്കുന്നുണ്ടോന്നൊരു സംശയം ഉണ്ട്. എന്റെ പൊന്നാര ഒക്കർക്കൊക്കെ ഇതിന്റെ ഉള്ളിൽ നിക്കാൻ വെച്ചിട്ടോ നാറിയിട്ട് ഇതിന്റെ ഉള്ളില്. നിങ്ങൾ ആ അശോകനെ വിളിച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്ക്. എന്താ എനക്ക് ഇജ്ജാ മാറാലിന്റെ തൂത്തോട്. അത് ശരി, പണ്ട് ഇതില് ഈ വക സാധനം ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ തൊട്ട് കളിക്കുക, അങ്ങനെ കൊച്ചി കളിക്കൂലേ, ആ കളിയൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞിട്ടേ ചെയ്യാ, വെയിലൊന്ന് ആറട്ടെ. ഇവിടെ ഭയങ്കര ഇത് പിടിച്ച ഇത് പിടിച്ച ഇത് പിടിച്ച അതന്നെ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അങ്ങനെയല്ല, നിങ്ങൾ നീട്ടി പിടിക്ക്. പിടിക്കാണ്ട് പിടിക്ക്, നീട്ടി. അങ്ങനെ അങ്ങനെ തന്നെ. അങ്ങോട്ട് എത്ര ഞാൻ പിടിച്ചു തരാം. അങ്ങോട്ട് എനിക്ക് എത്തും. നിങ്ങൾ നല്ല നീങ്ങി. എന്താ എനക്ക്, ഞാൻ ഒരു ഒരു സഹായം, ഒരു കൈ സഹായം വെച്ചിട്ടാണ്. അങ്ങനെ തന്നെ, അങ്ങനെ നല്ല വരച്ചോട്. ആ ഇങ്ങണ്ട്, അവിടുന്ന് കണ്ടു ഇങ്ങണ്ടു ഇങ്ങണ്ടു. ഇനി മതി. ദേ ഇവിടെ ഭയങ്കര ഇതുണ്ട്. എന്ത് ഭയങ്കര? ആ ചോറ് തറച്ചുണ്ടാവും. ഞാൻ പോയിട്ട് അനക്കിപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്നാണ്ട് പുറത്തേക്ക് ഇറങ്ങണം, അതാണ്. എന്താണ്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുറ്റടിച്ചോട്. അപ്പുറത്തേക്ക് ആ പറമ്പിന്റെ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ആണ്ട് അടിച്ചോട്. ഞാനണ്ട് വരാം. നടക്ക് നടക്ക് നടക്ക്. ഹൈ, എന്താന്റെ സുസമേ, അനക്ക് ഏത് നേരത്തും ഈ മുറ്റടിച്ചു വരല് മാത്രമേ വേണ്ടുള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞിപ്പോ അവിടുന്ന് മുട്ടടിച്ചു വരാന്. ആ പത്തായപ്പേരുടെ ഉള്ളിലത്തെ മാറാലടിക്കുക, അത് നിൽക്കാതെ ഇപ്പൊ ഇങ്ങോട്ട് പോന്നിട്ട് ഈ മുറ്റടിക്കലാഞ്ഞ്. ആ അടിച്ചൂട് അടിച്ചൂട് അടിച്ചൂട്. ഇതൊന്ന് തടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അടിച്ചൂട് അടിച്ചൂട്. പിന്നെ അനക്കൊരു ചെരുപ്പ് ഇട്ടാൽ എന്താ അടിക്കുമ്പോ? മുറ്റത്ത് ആകെ മണ്ണാണ് ഉണ്ടാ. നിങ്ങളൊന്നും ഔത്തേക്ക് പോയിക്കാണെ പൊന്നാരക്കായേ. നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ നടക്കണത്? ഒരു രസമല്ലേ ഇജ്ജിങ്ങനെ അടിച്ചു വരുന്ന കാണാൻ തന്നെ ഒരു ചന്താണ്. നല്ലൊരു ചേലാണ്, അതാണ്. ഉണ്ടാ. പതുക്കെ പതുക്കെ, ഇത്ര സ്പീഡിലൊന്നും വേണ്ട. പതുക്കെ പതുക്കെ മതി. പിന്നെ എന്തപ്പ എന്റെ ഗ്ലാമറിന്റെ രഹസ്യം? എന്റെ മൊഞ്ചിന്റെ പണിയൊന്നുമില്ലേ? എനിക്കാത്തൊരു നേരം പോക്കില്ലാന്ന്. ഈ TV കണ്ടിട്ട് എത്ര നേരച്ചിട്ടാ നമ്മളിങ്ങനെ ഇരിക്കുക. എന്നാലും ഇത് കഴിഞ്ഞിട്ട് ഇക്കൊരു 100 കൂട്ടം പണിയുണ്ട്. ഇക്കൊരു മനസമാധാനം തരും നിങ്ങള്. എന്നാ ജാത്തക്ക് വായിക്ക് ഒരു ലേശം കട്ടൻ ചായ തിളപ്പിച്ചെന്നാ. അപ്പൊ ഇത് കഴിക്കണ്ടേ? എന്നാ അത് വേഗം കഴിച്ചൂട്. അല്ലാണ്ടപ്പ ഇത് കഴിച്ചാക്ക് കട്ടൻ ചായ തിളപ്പിച്ചു തരുമോ? ഇന്നിപ്പോ ഇവിടെ ആരും ഇല്ല, അതാണ്. എന്താണ്? ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയാ. ആ അത് ശരി. അല്ല ജിദ്ദ് പറഞ്ഞില്ല എന്റെ മൊഞ്ചിന്റെ രഹസ്യം എന്താ? നിനക്ക് എന്തിന്റെ കേടാണത്? അല്ല, എനിക്ക് എന്റെ മൊഞ്ചിന്റെ, എന്റെ കജ്ജൊക്കെ കണ്ട ഇവിടൊക്കെ എന്തൊരു ഇതാ കണ്ടാ. ഇവിടൊക്കെ എങ്ങനെ ഇങ്ങനെ മിസ്സായത്? എന്താ നിങ്ങളൊന്ന് കേറി പോയിക്കാണി അകത്തേക്ക്. വല്ലാത്തൊരു ഗതികേടാണല്ലോ നിങ്ങളെ കൊണ്ട്. ഏത് സോപ്പാ തേക്കണത്? ഞാൻ പല സോപ്പും തേക്കും. പറയടോ. പോയി ഞാൻ പോയിട്ട് ഇപ്പൊ എന്താ?
അവക്കർക്ക് നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഞാൻ അങ്ങക്ക് ചായ ഉണ്ടാക്കി കൊടുന്നേരാ. ഞാൻ വെറുതെ പറയല്ലാന്ന്. അന്നെ സോപ്പിന്റെ ആണോ സ്പ്രേയുടെ ആണോ അത്തറിന്റെ എന്തിന്റെ അറിയില്ല ഒരു മണം. തിന്നിട്ടേ അങ്ങനെ എല്ലിന്റെ ഉള്ളിൽ കുത്തി കയറിയിട്ടുള്ള കേടാണ്. എന്തെല്ലിന്റെ അനക്കെന്താ ഞാൻ അന്നങ്ങനെ ഒന്ന് കാണുക അത്രേ ഉള്ളൂ അല്ല. ആ കണ്ണില് ആ ആ എന്താണ് പണി ഉണ്ടായില്ലെന്ന്? ഇല്ല, ഉണ്ടാവില്ല. എന്താ ഞാൻ പ്രശ്നം? എല്ലാം ഈ പരട്ട തന്തൊക്കെ ക്രിമിയുടെ കേടോ ഏട് നേരം നോക്കിയാലും എന്റെ പിന്നാളൊക്കെ തന്നെ. എന്താ അനക്ക് എന്താ പറ്റി ചെക്കനോട് പറഞ്ഞത്? എന്റെ മകനോട് ഞാൻ എല്ലാം പറഞ്ഞിക്കണ് നിങ്ങടെ എന്ത് എല്ലാ കഥകളും എന്റെ മോൻക്കറിയാം. എന്ത് കഥ? ഞാൻ ഇപ്പൊ എന്തേ മോശമായിട്ട് എന്തേലും പറഞ്ഞ? ഒന്നും മേശായിട്ട് കണ്ടില്ല. എന്റെ പിന്നാലൊന്നും വേറിടില്ല കുട്ടിയെ. എന്റെ മോനെ ഞാൻ വിളിച്ചിട്ട് തന്നെയാണ്. എന്താ പണക്ക് എന്താ ഈ പറഞ്ഞത്? മനുഷ്യ കൽബില് വിചാരിക്കാത്ത കാര്യമാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഞാൻ അത് മോശമായിട്ട് തന്നിട്ടുണ്ടല്ലോ. മോശമായിട്ട് ഞാൻ എന്തേ പറഞ്ഞേ? നിങ്ങള് മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. നിങ്ങള് മോശമായിട്ട് നിങ്ങളുടെ മനസ്സേ ശരിയല്ല. എന്ത് ഉണ്ടല്ലോ. ഒന്നും ചെയ്യണ്ട. എന്തെന്നപ്പത് അവനാന്റെ കുടുംബത്ത് കയറി വന്നിട്ട് ഇതാക്കുക. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലേ നിങ്ങളൊക്കെ കുടുംബത്തല്ല, നിങ്ങൾക്ക് റൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുവാടി. ഞാനിളെ ഓനെ വിളിച്ചിട്ട് പോക്കാ പൊയ്ക്കാ 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 പൊയ്ക്കാ. അല്ലെങ്കിൽ ഞങ്ങൾ പോവാൻ തന്നെയാണ്. കുറവേന്നുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ അധ്വാനിച്ചൊന്നും ആവണില്ല. അതുകൊണ്ട് എന്റെ അമ്മനെ ഞാൻ പണിക്ക് വിട്ടിണ്. ജോനെ കൊണ്ടേക്കാ. ഓൻ എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് വേണ്ട പണിക്കൊക്കെ അമ്മ പോവാ. നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങളെ പോലുള്ള മുതലാളിമാര് മാതിരി കളിയും കുറച്ച് കാശും കാണുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങി വരുന്ന എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾ ആ ഗണത്തിൽപ്പെടുത്തിട്ടാ. എന്റെ ഒരു അടിക്കില്ല. എനിക്ക് ഈ വയസ്സായ മോണ്ടെന്നുള്ള കാര്യങ്ങൾക്ക് അറിയില്ലേ? തൊണ്ടയുടെ ഒരു ക്രിമികടി നാണം കെട്ട മനുഷ്യൻ. എന്റെ മോനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, വരാൻ പറഞ്ഞത്. എന്താ പെങ്ങളീ പറഞ്ഞത്? ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമല്ല ഇപ്പൊ നിങ്ങളീ പറഞ്ഞത്. എന്തിന്റെ പിന്നാലെ ഇത്ര നേരം കാട്ടിക്കൂട്ടില്ല? ഞാൻ അവനാന്റെ കുടുംബത്തെ ഒരു കുട്ടി മുറ്റടിച്ചു വരുമ്പോ അതിങ്ങനെ അടിച്ചോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ അടിച്ചോട്ടെന്നല്ല. തരട്ടെ തന്ത എന്റെ ചെക്കന്റെ കൈക്ക് ഒന്നിനില്ല. നിങ്ങള് ഇവിടെ വാടാ. എനിക്ക് നിങ്ങളുടെ പണി വളരെ കുന്തും വേണ്ട. എന്താ ഇങ്ങോട്ട് പോരടാ ജി. വേണ്ടമ്മ. ആ തന്ത ഒരിക്കലും നന്നാവില്ല. എങ്കിലും കണ്ടാണാവോ